ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ആക്കുക കേട്ടോ. ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കാം. ഇന്നത്തെ കാഴ്ച എന്ന് വെച്ചാൽ വെള്ളക്കാർ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ കരക്ക് വരികയാണ്. കടലിൽ നിന്ന് ഇങ്ങനെ പുഴയൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇനി വെള്ളക്കാർ കൊണ്ട് കെട്ടാനുള്ള പരിപാടിയിലാണ്. നല്ല തോണിക്കാർക്കും വെള്ളക്കാർക്കും നല്ല മീനുണ്ട്. ചില വെള്ളക്കാർക്ക് വളരെ മോശമാണ്, ചില വെള്ളക്കാർക്ക് നല്ല മീനുണ്ട്. മീൻ മത്തിയാണ് കേട്ടോ. അന്നത്തെ മീൻ കൂടുതലും തോണിക്കാർക്ക് നല്ല പണിയാണ്, നല്ല മത്തിൻ്റെ ശേഖരം. അപ്പോൾ വെള്ളക്കാരിങ്ങനെ വൈകുന്നേരം ഇങ്ങനെ പണി കഴിഞ്ഞിട്ട് കരക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് എല്ലാ വെള്ളക്കാരും. അപ്പോൾ കൈ കൊണ്ടേ കെട്ടാനുള്ള പരിപാടി ഇന്നത്തെ പുഴയൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അരിയിലിങ്ങനെ വെള്ളക്കാരിങ്ങനെ വന്നും കൊണ്ടിരിക്കണം. ഒരുപാട് വെള്ളക്കാരുണ്ട് കേട്ടോ. ഇത് പൊന്നാണി, ചില വെള്ളക്കാർ പൊന്നാണിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ കാണുന്നത് പൊന്നാണിയാണ്. പൊന്നാണി ആ ബോട്ടൊക്കെയാണ് കാണുന്നത് കേട്ടോ. കൂട്ടായി, ഉണ്ണിയാൽ, താനൂർ, പരപ്പനങ്ങാടിയുള്ള വെള്ളക്കാരാണ് ഈ വരുന്നതൊക്കെ. അയിമത്ത് വെള്ളക്കാരൊന്നുമില്ല. അപ്പുറത്തുള്ള ടീമുകാരൊക്കെ സ്ഥലത്തുള്ള വെള്ളക്കാരാണ്. അപ്പോൾ ഇവിടെ വെള്ളക്കാർ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയാണ് കടൽ വക്കത്തിലൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. അയിമത്തേ പറ്റുള്ളൂ. വെള്ളക്കാർ ഡിങ്കികളാണ് ഈ കൊടുത്ത് കെട്ടുന്നത് ഫ്രണ്ടിൽ. ബാക്കിൽ കുറേ തോണിക്കാർ മത്തിയുണ്ട്. മത്തിയാണ്, വലിയ വലിയ മത്തി. പിന്നെ പൊന്നാണിയിൽ നിന്നൊക്കെ വെള്ളക്കാർ വരുന്നുണ്ട്. പിന്നെ ഇത് വെള്ളക്കാർ ഇതാ വല പൊളിഞ്ഞിട്ട് വല പണി എടുക്കുന്നത്. അത് കഴിയുമ്പോൾ തന്നെ. അപ്പോൾ വീഡിയോ കാണുന്നവർ നമ്മൾ ചാനൽ നല്ല സബ്സ്ക്രൈബ് ആക്കണം, പിന്നെ കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. ഇത് ഡപ്പക്കാരാണ്, അത് വെള്ളക്കാർ. ഡപ്പക്കാർ ഉണ്ട്, ഇഞ്ചിനുള്ളവർ. ഇതാ ബോട്ട് ഇതാ പോണ്, 2 വലിയ ബോട്ട്. ഇത് ബോട്ട് കംപ്ലൈൻറ്റ് തീർക്കുകയാണ് ഇവർ. 1 മാസത്തെ പണി കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ ലീവ് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഇറങ്ങും. ബോട്ടുകാരൊക്കെ ബോട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ മീനിനൊക്കെ വളരെ വില കുറയും. ഒരുപാട് ബോട്ടുകാരെ ലാൻഡ് ചെയ്തിരിക്കണം അവിടെ. 45 ദിവസത്തെ അവധിയാണ് ബോട്ടുകാർക്ക്. അരിയിൽ വെള്ളക്കാർ പല നല്ല നല്ല രസമുള്ള വെള്ളക്കാർ. കലിയിൽ എന്ന് പറഞ്ഞ വെള്ളമാണിത്. ഇത് ചട്ടിപ്പടി ഉള്ള വെള്ളമാണ്. പരപ്പനങ്ങാടി കഴിഞ്ഞിട്ട് അയിമത്തുനിന്നാണ് ഈ വെള്ളം വരുന്നത്. ആ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ.